പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 14-ാം തീയതി തിങ്കളാഴ്ച, നോമ്പിൻ്റെ 44-ാം ദിവസം. കർത്താവെ, നല്ലൊരു ദിവസം ഒരുക്കിയതിനോർത്ത് നന്ദി പറയുന്നു. വലിയ ആഴ്ചയിലെ ഈ ദിവസം രൂപതകളിൽ തിരുസൈത്ത് വെഞ്ചിരിപ്പ് നടക്കുന്ന ദിവസമാണല്ലോ. എല്ലാ കൂദാശകളും ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞതായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ദിവസം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 54-ാം വചനം എന്ന് ധ്യാനിക്കാം. അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്തു വസിച്ചു. തങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും യേശുവിനെ കൊല്ലാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നു. ഇതറിഞ്ഞ യേശു അവരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു താമസിക്കുന്നു. എത്ര നന്മ ചെയ്താലും ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ വെല്ലുവിളികളും നാം ഏറ്റെടുക്കേണ്ടതില്ല എന്ന വലിയ സത്യവും ഈശോയുടെ രഹസ്യ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അതിജീവിക്കുവാൻ, നിർവീര്യമാക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.